മഹാനായ കുതുബുസ്സമാൻ മമ്പുറത്തെ തങ്ങളുപ്പാപ്പ ഇവിടെ വരച്ച രജതരേഖ സ്നേഹത്തിൻ്റെതും മതേതരത്വത്തിൻ്റെതുമാണ്. മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് കാണുന്നവരെ മുഴുവൻ മാപ്പിളമാരായി പരിഗണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ തങ്ങളുപ്പാപ്പ കോന്തുണ്ണി നായരെ കൊണ്ടുവന്ന് ബന്ധപ്പെട്ട പരിസരങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും കൊണ്ടുവന്ന് തങ്ങളാകുന്ന നൂൽപാലത്തിലേക്ക് അടുപ്പിച്ച് നിർത്തുകയാണ്. ആ ഒരു ഐന്ദ്രജാലിക സിദ്ധി, ഒരു കറാമത്ത്, കശ്ഫ് കറാമത്ത് കാണിക്കുന്ന ഒരു സൂഫിസത്തിന്റെ ചക്രവർത്തിയിൽ നിന്നാണ് നാം കാണുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സൂഫിസത്തിന്റെ മാനവികമായ സൗന്ദര്യം. സൂഫിസത്തിന് എപ്പോഴും അങ്ങനെ ഒരു ഉൾക്കൊള്ളലിന്റെ സൗന്ദര്യമുണ്ട്. അത് അക്കോമഡേറ്റീവാണ്. ഒരു പുഴ പോലെ ഈ മക്കാമിന്റെ ചാരത്ത് നിർവൃതിയോടുകൂടെ ഓളം തേട്ടി ഒഴുകിപ്പരക്കുന്ന പുഴ പോലെയാണ് മഹാനായ തങ്ങളുപ്പാപ്പാന്റെ ജീവിതവും. അങ്ങനെയാണ്. പുഴയുടെ പ്രത്യേകത എന്താണ്? അത് അടിയൊഴുക്കുകൾ ഭീകരമാണെങ്കിലും അതിന്റെ ഉപരിതലം വളരെ ശാന്തമായിരിക്കും. എത്ര സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെ, കുടുംബത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും വലിയ വലിയ അസഹനീയമായ സംഘർഷഭരിതമായ അവസ്ഥകളെ എതിരേൽക്കേണ്ടി വന്നാലും എല്ലാവരോടും ശാന്തമായി പെരുമാറുന്ന രീതിയിലുള്ള ഒരു ഉപരിതലം പുഴക്കുണ്ട്. അതാണ് പുഴയുടെ പ്രത്യേകത. രണ്ടാമതോ, അതിന്റെ ഓളപ്പരപ്പുകളെ അത് എവിടെയും നിൽക്കാൻ അനുവദിക്കുന്നില്ല, അത് സ്തംഭിക്കുന്നില്ല. പുഴയുടെ പ്രത്യേകത എന്താ? അത് ജാഗ്രതയോടുകൂടെ നിരന്തരമായി ഒഴുകി പരക്കുകയാണ്, അല്ലെ? ആരെങ്കിലും അതിന്റെ മുമ്പിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിച്ചാല് അത് സമാന്തരമായ ഒരു വഴിയെ രൂപപ്പെടുത്തുകയാണ്. എനിക്കിനി അങ്ങോട്ട് പോകാൻ വയ്യ, അതുകൊണ്ട് ഞാൻ എൻ്റെ സഞ്ചാരം ഇവിടെ നിർത്തിവെക്കുന്നു, ഇതോടുകൂടെ ഞാൻ എൻ്റെ സഞ്ചാരം അവസാനിപ്പിക്കുന്നു എന്ന് പുഴ പറയാറില്ല. പുഴ അതിന് പകരം മറ്റുള്ള കൈവഴികളെ, ഊടുവഴികളെ, സമാന്തരികമായ വഴികളെ കണ്ടെത്തുകയും അതിലൂടെ മാറി സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അത് നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മുടെ പ്രബോധനത്തിന്റെ മുമ്പിൽ, നമ്മുടെ നവോത്ഥാനങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുന്നേറ്റങ്ങളുടെ മുമ്പിൽ ഏത് വലിയ പ്രതിലോമകരമായ ശക്തികൾ കടന്നു വന്നാലും നമ്മൾ അതിനെ തൃണവൽക്കരിക്കണം, അതിനെ ത്യജിക്കണം, അതിനെ ഓവർകം ചെയ്യണം, എന്നിട്ട് പുതിയ പാതകളെ കണ്ടെത്തണം എന്ന് മഹാനായ കുതുബുസ്സമാൻ ഒരു പുഴ പോലെ ഒഴുകിയിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത, പുഴയിലാണ് നാഗരികതയുള്ളത്. അതെല്ലാത്തിനെയും കാണുന്നുണ്ടല്ലോ. കാരണം പുഴ ഒരു സഞ്ചാരിയാണ്. പുഴ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി നിൽക്കല്ലോ, പുഴ സഞ്ചാരിയാണ്. അത് ഗ്രീഷ്മങ്ങളെ കണ്ട്, ഹേമന്തങ്ങളെ കണ്ട്, ശൈത്യങ്ങളെ കണ്ട്, ശിശിരങ്ങളെ കണ്ട്, വസന്തങ്ങളെ കണ്ട്, ഉഷ്ണങ്ങളെ കണ്ട് അതങ്ങനെ ഒഴുകുകയാണ്. മഴക്കാലം അതിന് സ്വന്തമാണ്, വെയില് അതിന് സ്വന്തമാണ്, രാവിന്റെ നിശയുടെ നിശബ്ദത അത് കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് പുഴ എല്ലാ നാഗരികതകളെയും കണ്ടിട്ടുണ്ട്. സൂഫി അങ്ങനെയാണ്. സമൂഹത്തിലെ എല്ലാ കടയിലും പെട്ട ആളുകളെ ഒരു സൂഫി സ്പർശിക്കുന്നുണ്ടല്ലോ, എല്ലാ വിഭാഗം ആളുകളെയും. ഇന്നും ഈ പുഴ അക്കോമഡേറ്റീവാണ്. മമ്പുറം മക്കാം എന്ന് പറയുന്ന ഒഴുകി പരക്കുന്ന പുഴ എല്ലാവരെയും സ്വീകരിക്കാൻ. പുഴയുടെ ഒരു പ്രത്യേകത എന്താ? ഇത് മഴക്കാലമാണ്. ചറപറ എന്നും പറഞ്ഞിട്ട് മഴ പെയ്യുമ്പോ മഴയുടെ സീൽക്കാരങ്ങള് കുന്നുകളുടെ മുകളിൽ നിന്ന് അതിന്റെ പ്രളയത്തിന് സമാനമായ പ്രവാഹങ്ങള് കുത്തൊഴുക്കുകളായി അടിയിലേക്ക് മലവെള്ളപ്പാച്ചിലൂടെ മാലിന്യങ്ങളെ കൊണ്ടുവരുമ്പോ പുഴ പറയാറുണ്ടോ അത് മാലിന്യമാണ്, അതിനെ ഞാൻ സ്വീകരിക്കൂല എന്ന് പറയാറുണ്ടോ? ഇല്ല. മാലിന്യമായാലും കുഴപ്പമില്ല, ശുദ്ധ ജലാശയത്തിലെ തെളിനീർ കണങ്ങളാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിനെയും സ്വീകരിക്കും. ഇത് പുഴയുടെ നിലപാടാണ്, ഇത് പുഴയുടെ രാഷ്ട്രീയമാണ്. അതാണ് മമ്പുറത്തെ തങ്ങളുപ്പാപ്പാന്റെയും രാഷ്ട്രീയം, സ്വീകരിക്കലിന്റെ, അക്കോമഡേഷന്റെ, അല്ലെ? എന്റെ ഖദീജ ഒരു പുഴ പോലെയാണ്, ഷീസ് എ റിവർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിൽ ഇങ്ങനെയുള്ള ഒരുപാട് വലിയ അർത്ഥങ്ങളുണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കൽബിനെ നമുക്ക് വിശാലമാക്കാൻ സാധ്യമാകട്ടെ. അതെല്ലാ നാഗരികതകളെയും കാണുന്നതാകട്ടെ. അതൊരു യാത്രക്കാരനെ പോലെയാവട്ടെ. ഗസാലി ഇമാം പറഞ്ഞില്ലേ, യാത്ര ചെയ്യുന്ന മനുഷ്യന്മാര് ഒഴുകിപ്പരക്കുന്ന ഒരു പുഴ പോലെയാണ്. യാത്ര ചെയ്യാതെ നിന്ന സ്ഥലത്ത് തന്നെ നിന്നിങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളെ കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലെയാണ്. കെട്ടിക്കിടക്കുന്ന തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് മരത്തിന്റെ ശിഖരങ്ങളിലെ കരിയിലകൾ ഒരു 3-4 അതിലേക്ക് വീണുപോയാൽ അതോടുകൂടെ അതിന്റെ വെള്ളം പകർച്ചയായി അത് ദുർഗന്ധം വമിക്കുന്ന വെള്ളമായി മാറുകയാണ്. അതിന്റെ നിറം മാറി അതിൽ മാലിന്യങ്ങൾ പെറ്റുപെരുകയാണ്. എന്നാൽ ഒരു ഒഴുകി പരക്കുന്ന പുഴയെന്ന് പറയുന്നത് കരിയിലകളെ സ്വീകരിച്ചാലും മാലിന്യങ്ങളെ സ്വീകരിച്ചാലും അതിന് സ്വയം ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കടന്നു പോകാൻ അസാമാന്യമായ വൈഭവം അതിന്റെ നാഡീധമനികളിൽ അതിന് ലഭ്യമാണ്.
അതുകൊണ്ട് എല്ലാത്തിനെയും സ്വീകരിക്കുന്നതിൻ്റെ കൂടെ ശുദ്ധിയെ പ്രദാനം ചെയ്യാൻ വിശാലമായ ഒരു ഹൃദയം വഹിച്ച് അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം മാറുമ്പോൾ ആ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരാളെ നിരാകരിക്കാൻ നമുക്ക് സാധ്യമാകൂല. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്താൻ അങ്ങനെ ഒരാളുണ്ടാകില്ല. എല്ലാവരെയും സ്വീകരിക്കും. പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സീമന്ത പുത്രനല്ലേ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലേ? പാണക്കാട്ട് ഒരു പൈതൃകവും മമ്പുറത്തെ പൈതൃകവും സമഞ്ജസമായി സമം ചേർത്ത് അതൊരു ലേപനം പോലെ കിട്ടിയ ഏറ്റവും വലിയ സാംസ്കാരിക നഗരിയാണ് മലപ്പുറം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ പൈതൃകം ഇന്നും മലപ്പുറത്തുണ്ട്. പുറം ജില്ലകളിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുന്ന ആളുകൾ മലപ്പുറത്തിന്റെ മതേതരത്വത്തിന്റെ ആ മാദകമായ പരിശുദ്ധിയെ ആസ്വദിക്കാറുണ്ട്. അതിനെപ്പറ്റി 100 നാവ് കൊണ്ട് പുറത്ത് സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടറിയോ? അത് നമ്മൾ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ പോയിട്ട് ആർജിച്ചെടുത്ത സ്വായത്തമാക്കിയ ഒരു കലയല്ല. അത് നമുക്ക് ജന്മസിദ്ധമായി ഒരു വരസിദ്ധി പോലെ നമ്മുടെ പൂർവീകരിൽ നിന്ന് ലഭ്യമായ ഒരു സുഹൃതമാണ്. അതൊരു വരമാണ്. എന്തുകൊണ്ടാണ് അതുണ്ടായത്? അതങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നതാണ്. ജീവിതമാണ് ഏറ്റവും വലിയ പാഠം. ആ ജീവിതമാകുന്ന പാഠശാലയാണ് നമ്മുടെ മനോഹരമായ സർവകലാശാല. അത് കുതുബുസ്സമാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാഹുമ്മ സുരിഹിർ റാഇ വറഇയ. നമ്മുടെ ഹൃദയമാകുന്ന ഇടയൻ ഒന്ന് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാകുന്ന ആട്ടിൻ പറ്റങ്ങൾ മുഴുവനും സ്വമേധയാ നന്നാവുന്നതാണ്. കുട്ടികൾ ഹൃദയം നന്നാക്കി പഠിക്കട്ടെ.